പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടണമെന്ന് ഉദ്ദേശിച്ചതല്ല, പക്ഷേ പെട്ടെന്ന് പ്രേം നസീർ സാറിൻ്റെ മകൻ ഷാനവാസിൻ്റെ ഒരു മരിക്കുന്നതിന് മുന്നുള്ളൊരു അഭിമുഖം ഞാൻ കണ്ടു. പ്രേം നസീറിൻ്റെ ഒരു സ്മാരകത്തെക്കുറിച്ചാണ് അതിൽ അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് പല സർക്കാരുകളുമായി ബന്ധപ്പെട്ടു, പല വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടു, അതൊന്നും യാഥാർത്ഥ്യമായില്ല എന്നാണ് അദ്ദേഹം അതിലൂടെ പറയാൻ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ ഈ 2,87,00,000 രൂപ ചിലവാക്കിയിട്ട് അർഹതയില്ലാത്ത ഒരാൾക്ക് സ്വീകരണം ഒരുക്കിയ സർക്കാരാണ് നമ്മുടെ പിണറായി വിജയൻ സർക്കാർ. നല്ല സർക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവരുടെ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായതുകൊണ്ട് ഇതുവരെയുള്ള അനുഭവങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷേ ഇത്രയും മോശമായ രീതിയിൽ 2.85 കോടി ഒരു എന്താ പറയുക സ്വീകരണത്തിന് ചിലവാക്കി, അതും ആ ഒരു അവാർഡിനായ യോഗ്യനായ ഒരു വ്യക്തിക്ക് വേണ്ടി ചിലവാക്കി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. അപ്പോൾ പ്രേം നസീറിന് വേണ്ടിയിട്ട് ഒരു സ്മാരകം പണിയാൻ എന്താണ് ബുദ്ധിമുട്ട്? എന്താണ് ബുദ്ധിമുട്ട്? മലയാളത്തിൻ്റെ എക്കാലത്തെയും മഹാനായ കലാകാരൻ, എക്കാലത്തെയും മഹാനായ സൂപ്പർ സ്റ്റാർ, എക്കാലത്തെയും അവാർഡുകളുടെ ഓസ്കാർ അവാർഡിന് പകരമായിട്ട് നമ്മുടെ എന്താ പറയുക, ഈ മറ്റുള്ള എല്ലാ റെക്കോർഡുകളിലും സ്ഥിരം പിടിച്ച ഒരു മനുഷ്യൻ, ഇത്രയും വലിയൊരു മനുഷ്യൻ, അതായത് ഇപ്പോൾ മരിച്ചിട്ട് 34 കൊല്ലമായിട്ടും ഇന്നും അദ്ദേഹം ജനങ്ങളെ ഏത് രീതിയിൽ സ്നേഹിക്കുന്നു, ഏത് രീതിയിൽ വാഴ്ത്തുന്നു, ഏത് രീതിയിൽ പുകഴ്ത്തുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരു നെഗറ്റീവ് പറയാൻ ഒരു മനുഷ്യനുണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സൗമഞ്ചം പരി മഹാന്മാരാവാൻ ശ്രമിച്ച മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ളത്. അപ്പം ആ മനുഷ്യൻ്റെ മാത്രം എത്ര ഉണ്ട്? എന്നിട്ടും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു സ്മാരകം പണിയാൻ ഇവിടുത്തെ ഗവൺമെൻറ്റുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ നാണക്കേട് ലോകത്ത് എന്താ ഉള്ളത്? ഇത് ഞാനായിട്ട് പറഞ്ഞില്ല, ഞാനും ചിലപ്പോൾ കുറച്ച് കാലം ഞാനും ചത്തുപോകും. അപ്പോൾ ഞാനും ഇത് പറഞ്ഞ് വെക്കേണ്ട ഒരു കടമ എനിക്കുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. പ്രേം നസീർ മഹാനാണ്. ആ മഹത്വം എന്താണെന്നുള്ളത് ലോകം അറിഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം മരിച്ച് 34 വർഷം കഴിയുന്നതോടുകൂടി അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിന് ഇനിയെങ്കിലും ഒരു സ്മാരകം, ഉചിതമായ സ്മാരകം പണിയണം എന്ന് പറഞ്ഞ്. കാരണം ഇത് ഇടാൻ വേറൊരു കാരണമുണ്ട്. രഘു കെ വണ്ടൂരിൻ്റെ സുഹൃത്താണ് അദ്ദേഹം. ഇത് പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കിയിട്ടൊരു ഇതിട്ടു. കാരണം കളിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിഡ്ഢിത്തരം, ഞാൻ പറഞ്ഞതൊരു വിഡ്ഢിത്തരമാണ്, ആരും അത് ചെയ്യില്ല സൈനു എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു എന്താ പറയുക കമൻ്റ് അദ്ദേഹം ഇട്ടു. ആ കമൻറ്റിൽ അത് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്, അയോഗ്യനായ ഒരു വ്യക്തിക്ക് വാൽക്കെ അവാർഡ് കൊടുത്തതിന് 2.84 കോടി കൊടുത്തൊരു സർക്കാരാണ് ഇവിടെ ഉള്ളത് എന്ന് എന്നോട് പറയുകയായിരുന്നു അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെയും ഓർത്തു ആ കാര്യത്തിൽ. അങ്ങനത്തെ ഒരു രഘു കെ വണ്ടൂർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റാത്തൊരു മനുഷ്യനായിപ്പോയി ആ ഒരൊറ്റ കാരണം കൊണ്ട്. എന്തായാലും എല്ലാവരും ഈ വസ്തുത മനസ്സിലാക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട കവി. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു.